എം.എസ്. വേണുഗോപാൽ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം.എസ്. വേണുഗോപാൽ, ഇപ്പോൾ ഒരു ഫ്രെയിം വർക്ക് അത് പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് അത്തരത്തിൽ പൂർണ്ണമാകുമ്പോൾ മാത്രം ആകുമോ ഇപ്പോൾ ഉണ്ടാകുന്ന അവ്യക്തതകൾ പരിഹരിക്കപ്പെടുക? ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആശങ്കകളും പ്രതിപക്ഷമടക്കം ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തുന്നതുമൊക്കെ പരിഹരിക്കാൻ സർക്കാരിനാകുമെന്ന് പ്രതീക്ഷിക്കണം. അല്ല, ഇതിനകത്ത് ആശങ്കയ്ക്ക് ഒരു വകയുമില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ട്രഡീഷണൽ മാർക്കറ്റ് ആയിരുന്നു US. ആ US നഷ്ടപ്പെട്ടതോടുകൂടി നമ്മൾ വളരെ വിഷമത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു എക്സ്പോർട്ട് സെന്റർ തന്നെ നമുക്കില്ലാതായി. ടെക്സ്റ്റൈൽസ് ആയാലും ലെതർ ഗുഡ്സ് ആയാലും നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ആയാലും ജ്വല്ലറി ആയാലും ജെംസ് ആയാലും എല്ലാത്തിലും നമുക്ക് അടികിട്ടുന്ന ഒരു സംഗതിയാണ് വന്നത്. നമ്മൾ മറ്റ് പല മാർക്കറ്റുകൾ സെർച്ച് ചെയ്തെങ്കിലും അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത് പൂർണ്ണമായിട്ടും നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ 10 മാസം കൊണ്ടോ നമുക്ക് അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സന്ദർഭത്തിൽ നമുക്ക് US മാർക്കറ്റ് തിരിച്ചു വന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മിറക്കിളാണ്. ആ മിറക്കിൾ സംഭവിച്ചത് നാം പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ഒരു വലിയ വർക്കാണ്. ആ വർക്ക് വഴി UK നമ്മൾ ആദ്യം കയ്യിലെടുത്തു. ആ UKയുടെ വിശ്വാസ്യത നേടിക്കൊണ്ട് UKയിലുള്ള ഫ്രീ ട്രേഡ് അടക്കമുള്ള വ്യാപാരം വന്നതോടുകൂടി അത് യൂറോപ്യൻ യൂണിയന് മൊത്തത്തിൽ നമ്മളോടൊരു സ്നേഹബന്ധം വന്നു. ആ സ്നേഹബന്ധം എന്ന് പറയുന്നത് അവരുടെ തകർന്ന ചില എക്കോണമിയിലെ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഈ ട്രേഡ് ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ആ ഉപകാരം അവര് യൂസ് ചെയ്തു. അത് നമ്മളിപ്പോ യൂറോപ്യൻ യൂണിയനുമായിട്ടും എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രംപിന് മറ്റൊരു മാർഗമില്ല. US മൊത്തത്തിൽ യൂറോപ്യൻ യൂണിയൻ വരെ ഇന്ത്യയുമായി സഹകരിക്കുന്നു എന്നുള്ളത് വന്നപ്പോൾ ട്രംപ് ചെയ്തത് വലിയൊരു അബദ്ധമാണ് എന്നുള്ള ഒരു വിശകലനമാണ് അവിടുത്തെ പത്രമാധ്യമങ്ങൾ അടക്കം നടത്തിയത്. അതിൽ നിന്ന് തലയൂരാനാണ് അദ്ദേഹം 500 ബില്യന്റെ ട്രാൻസാക്ഷൻ നടക്കും, ഞങ്ങൾ ഇപ്പോ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാനുള്ള നടപടികൾ എടുക്കും, ഇന്ത്യയിലേക്ക് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അടക്കം മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും, അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള കരാറ് റദ്ദ് ചെയ്തുകൊണ്ട് സീറോ ഓയിൽ ഇമ്പോർട്ട് ആയിട്ട് നമ്മൾ മാറ്റും എന്നൊക്കെ നമ്മൾ എന്നൊക്കെ ട്രംപ് പറഞ്ഞത്. അതൊന്നും സത്യത്തിൽ ഫലവത്താകുന്ന കാര്യങ്ങളല്ല. കാരണം ഒരു ട്രീറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാവുന്നതല്ലേ. ഇപ്പൊ നമ്മൾ അമേരിക്കയുമായിട്ട് ട്രീറ്റി ഉണ്ടാക്കി അല്ലെങ്കിൽ റഷ്യയുമായിട്ടൊരു ട്രീറ്റി ഉണ്ടാക്കി. ആ ട്രീറ്റി ഒരു ദിവസം രാവിലെ ഏതെങ്കിലും ഒരു രാജ്യം പറയുന്നത് കേട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രാജ്യം പോലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പാർലമെന്റ് നാളെ ഒരു തീരുമാനം എടുക്കുകയാണ്, നാളെ മുതൽ നമ്മൾ ഇപ്പൊ നടത്തിയിരിക്കുന്ന എല്ലാ ട്രേഡുകളും കട്ട് ചെയ്യണമെന്ന് അത് പറ്റില്ല. അത് നമുക്ക് സമയബന്ധിതമായി നിർത്താം, പക്ഷെ നിർത്തുന്നതിന് പോലും സമയബന്ധിതമായേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ നമ്മൾ പൂർണ്ണമായും നിർത്തുക ഇല്ല എന്നുള്ളത് അമേരിക്കയ്ക്കും ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഇന്ത്യ രണ്ടാമത്തെ ഓയിൽ ഇമ്പോർട്ട് മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ കൂടുതൽ ബലം പിടിച്ചാൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് അമേരിക്ക അറിയാം. ശരി, നന്ദി ശ്രീ എം.എസ്. വേണുഗോപാൽ താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ നീങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു അന്തിമ രൂപരേഖയാകുമ്പോൾ അതിലൊരു കൃത്യമായ കാര്യങ്ങൾ പുറത്തുവരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.